എറണാകുളം കുണ്ടന്നൂരിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുറുവ സംഘാംഗ പിടിയിൽ. മണ്ണഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ തമിഴ്നാട് സ്വദേശി സന്തോഷാണ് കൈവിലങ്ങോടെ രക്ഷപ്പെട്ടത്. സ്ത്രീകൾ ഉൾപ്പെട്ട സംഘം പോലീസിനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് സന്തോഷ് രക്ഷപ്പെട്ടത്. മോഷണ പരമ്പരയുടെ പശ്ചാത്തലത്തിൽ പോലീസ് ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഇയാളെ പിടികൂടിയോ? അമൃത, മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് ഈ ചാടിപ്പോയ കുറുവ സംഘാംഗത്തെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. നേരത്തെ ഏകദേശം 7:15 ഇയാൾ ചാടിപ്പോയത്. അതായത് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് ഈ കുറുവ സംഘം കുണ്ടന്നൂർ പാലത്തിന് സമീപം ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഇവിടെ എത്തി പരിശോധന നടത്തുകയും രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. ഇവരുമായി തിരികെ പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ തമിഴ്നാട് സ്വദേശിയായ സന്തോഷ് ചാടിപ്പോയത്. ഈ കൈവലങ്ങോടെയാണ് ഇയാൾ ചാടിപ്പോയത്. ഈ കുറുവ സംഘത്തിലെ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവർ പോലീസിനെ ആക്രമിച്ചാണ് ഇയാൾക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത്. പിന്നീട് പോലീസ് പ്രദേശത്ത് വ്യാപക തോതിലുള്ള പരിശോധന കഴിഞ്ഞ 3 മണിക്കൂറായി നടത്തുകയായിരുന്നു. ഇതിനൊടുവിലാണ് ഇയാളെ ഇപ്പോൾ തൊട്ടടുത്ത് നിന്ന് തന്നെ പിടികൂടിയത്. ചാടിപ്പോയതിന് തൊട്ടടുത്ത് നിന്ന് തന്നെയാണ് ഇപ്പോൾ ഈ സന്തോഷിനെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നെത്തിയ മണ്ണാഞ്ചേരി പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾക്കൊപ്പം തന്നെ നേരത്തെ മറ്റൊരാളെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇവരെ രണ്ടുപേരെയുമായി ആലപ്പുഴയിലേക്ക് പോകാനായിരുന്നു പോലീസ് ശ്രമിച്ചത്. അപ്പോഴാണ് ഈ പോലീസ് വാഹനം അടക്കം ആക്രമിച്ച പോലീസ് ഈ കുറുവ സംഘാംഗത്തെ ഇയാൾ രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത്. അതിനിടെ തന്നെ ഇപ്പോൾ പോലീസ് 3 മണിക്കൂർ നീണ്ട പരിശോധനയ്ക്കൊടുവിൽ ഇയാളെ പിടികൂടിയിട്ടുണ്ട് അമൃത. ഒപ്പം തന്നെ ഈ വടക്കൻ പറവൂരിൽ കഴിഞ്ഞ ദിവസം കവർച്ചാശ്രമം ഉണ്ടായിരുന്നു. ഇതിൽ റൂറൽ പോലീസ് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. വീടിന് പുറത്തും പരിസരത്തും രാത്രി വെളിച്ചം ഉറപ്പാക്കണമെന്നും ആയുധങ്ങൾ അലക്ഷ്യമായി വെക്കരുതെന്നും CCTV പ്രവർത്തനക്ഷമത ഉറപ്പാക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ആലുവ റൂറൽ പോലീസ് ഇപ്പോൾ ഈ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അമൃത. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. നിതിൻ സേവ്യർ തുടരുന്നുണ്ട്. നിതിൻ, ഇത്തരത്തിൽ പലയിടങ്ങളിൽ ഈ കുറുവ സംഘത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോഴും ഇവർക്കായുള്ള ശരി, നിതിനിലേക്ക് മടങ്ങിയെത്താം. ഏതായാലും കസ്റ്റഡിയിൽ നിന്ന് അല്പസമയം മുമ്പ് ചാടിപ്പോയ ഈ കുറുവ സംഘാംഗത്തെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. മണ്ണഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നാണ് ഇയാൾ ചാടിപ്പോയത്. തമിഴ്നാട് സ്വദേശി സന്തോഷ് എന്നാണ് ഇയാളുടെ പേര്. അതിനോടൊപ്പം തന്നെ ഈ സ്ത്രീകൾ ഉൾപ്പെട്ട സംഘം പോലീസിനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് സന്തോഷ് രക്ഷപ്പെട്ടത്. നമ്മൾ നേരത്തെ തുടക്കത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു മോഷണ പരമ്പരയുടെയൊക്കെ ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. പലയിടങ്ങളിലും ഇത്തരത്തിൽ കുറുവ സംഘത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. പോലീസ് ജാഗ്രതാ നിർദ്ദേശം ഉൾപ്പെടെ പുറപ്പെടുവിച്ച ഒരു സാഹചര്യം തന്നെയാണ്. നിലവിൽ ഇപ്പോൾ ഈ ചാടിപ്പോയ പ്രതിയെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. സാഹസികമായാണ് അയാളെ പിടികൂടിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട്. നിതിൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പലയിടങ്ങളിലും ഈ കുറുവ സംഘത്തിന്റെ സാന്നിധ്യം ഇതിനോടകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ എന്ത് അന്വേഷണത്തിലേക്കാണ് അല്ലെങ്കിൽ എന്ത് നടപടിയിലേക്കാണ് പോലീസ് കടക്കുന്നത്? വലിയ ജാഗ്രതാ നിർദ്ദേശമൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏത് രീതിയിലുള്ള അന്വേഷണമാണ് ഇവർക്കായി പുരോഗമിക്കുന്നത്? അമൃത, കഴിഞ്ഞ ദിവസങ്ങളിലായി ആലപ്പുഴയിൽ ഭീതി പരത്തിയ കുറുവ സംഘം എത്തിയെന്ന വാർത്ത നമ്മൾ കണ്ടിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വടക്കൻ പറവൂരിലും കുറുവ സംഘം എത്തിയെന്ന സംശയം ഉണ്ടായിരുന്നത്. കുറുവ സംഘത്തിന് സമാനമായ രീതിയിൽ മോഷണ ശ്രമം നടത്തുന്നത് CCTV ദൃശ്യങ്ങളിലടക്കം കാണുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ വലിയ തോതിലുള്ള സുരക്ഷയാണ് പോലീസ് ഒരുക്കുന്നത്. വലിയ തോതിലുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ മോഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന ആളുകൾ ഒളിച്ചിരിക്കുന്നു എന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇപ്പോൾ എറണാകുളത്തെത്തി പരിശോധന നടത്തിയത്. ആലപ്പുഴ മണ്ണാഞ്ചേരി പോലീസാണ് എറണാകുളത്തെത്തിയത്. കുണ്ടന്നൂർ പാലത്തിന് സമീപം ഇവർ ഒളിച്ചിരിപ്പുണ്ട്, കുറുവ സംഘമുണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് ഇവരെത്തിയത്. അവിടെ നിന്നുമാണ് 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നത്. പിന്നീടാണ് അവരുമായി പോകുന്ന വഴിക്ക് ഈ കുറുവ സംഘത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് പോലീസ് സംഘത്തെ ആക്രമിക്കാൻ എത്തിയത്. ഇവർ കമ്പും വടിയും അടക്കം ഉപയോഗിച്ച് പോലീസിന് നേരെ ആക്രമണം അഴിച്ചു വിടുകയായിരുന്നു. ഇതിനിടയിലാണ് അർദ്ധനഗ്നനായി ഈ തമിഴ്നാട് സ്വദേശിയായ സന്തോഷ് അയാൾ കൈവിലങ്ങോടുകൂടി തന്നെയാണ് ഇയാൾ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടത്. പിന്നീടാണ് കഴിഞ്ഞ കുറെ നേരമായി പോലീസ് ഇയാൾക്ക് വേണ്ടി വ്യാപകമായ തിരച്ചിൽ ഈ കുണ്ടന്നൂർ മരട് ഭാഗങ്ങളിൽ നടത്തുകയും ഒടുവിൽ അല്പസമയം ഇയാളെ പിടികൂടുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം എവിടെ നിന്നാണ് ഇയാളെ പിടികൂടിയത്? അമൃത, ഇയാൾ ചാടിപ്പോയത് ഈ കുണ്ടന്നൂരിൽ വെച്ചാണ് ഇയാൾ
പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നത്. പിന്നീട് കുണ്ടന്നൂർ മരട് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് വ്യാപക രീതിയിൽ പരിശോധനകൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഈ കുണ്ടന്നൂർ ഭാഗങ്ങളിൽ ഒരുപാട് കാട് പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് പരിശോധന നടത്തിയത്. അപ്പോൾ ഈ ചാടിപ്പോയതിന് ഏകദേശം 1/2 കിലോമീറ്റർ അടുത്ത് വെച്ച് തന്നെയാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ഇയാൾ ഒരു കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ഇവിടെ നിന്നും ഈ തെരച്ചിൽ നടത്തിയിരുന്ന പോലീസിന് ഇയാളെ കണ്ടെത്തുകയായിരുന്നു. ഇയാൾ ഈ കൈവിലങ്ങോട് കൂടി തന്നെ ചാടിപ്പോയതിന് ഇയാൾക്ക് അധിക ദൂരം പോകാൻ സാധിക്കില്ല എന്ന് പോലീസിന് വ്യക്തമായിരുന്നു. കാരണം കൈവിലങ്ങോട് കൂടി തന്നെ യാത്ര ചെയ്യുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇയാൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുക തന്നെയാണ് എന്നാണ് പോലീസ് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശങ്ങൾ ഇയാൾ ഓടിപ്പോയ പ്രദേശങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തിയത്. അതിനെ തുടർന്നാണ് ഈ ഏകദേശം 1/2 കിലോമീറ്റർ കുണ്ടന്നൂർ പാലത്തിന് സമീപത്ത് വെച്ചാണ് ഇയാൾ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയത്. അതിന് ഏകദേശം 1/2 കിലോമീറ്റർ അടുത്ത് വെച്ച് തന്നെ പോലീസ് ഇയാളെ പിടികൂടുകയും ചെയ്യുകയായിരുന്നു. അമൃത. ശരി. പോലീസിന്റെ പിടിയിൽ നിന്ന് ചാടിപ്പോയ കുറുവ സംഘാംഗത്തെ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ്. മോഷണ പരമ്പരയുടെ പശ്ചാത്തലത്തിൽ പോലീസ് വലിയ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിവരങ്ങളാണ് നിതിൻ സേവ്യർ പങ്കുവച്ചത്.